ഭരണഘടനയുടെ ഈ 13ാം ഭാഗത്തിൽ നമ്മൾക്ക് ഭരണഘടനയുടെ ഭാഗങ്ങളും അതിൻ്റെ സെക്ഷനുകളും ഒന്ന് ബൈഹാർട്ടാക്കാൻ ശ്രമിച്ചു നോക്കാം. നിലവിൽ 25 ഭാഗങ്ങൾ, 12 പട്ടികകൾ, 448 അനുച്ഛേദങ്ങൾ. നിലവിൽ 25 പാർട്സ്, 12 ഷെഡ്യൂൾസ്, 448 അനുച്ഛേദങ്ങൾ ആണ് ഉള്ളത്. നിലവിൽ 25 ഭാഗങ്ങൾ, 12 പട്ടികകൾ, 448 അനുച്ഛേദങ്ങൾ ആണുള്ളത്. ഭരണഘടന തുടങ്ങിയപ്പോൾ 22 ഭാഗങ്ങളും 8 പട്ടികകളും 395 അനുച്ഛേദങ്ങളും ആണെന്ന് ഓർമ്മിക്കുക. ഭരണഘടന തുടങ്ങിയപ്പോൾ 22 ഭാഗങ്ങളും 8 പട്ടികകളും 395 അനുച്ഛേദങ്ങളും ആയിരുന്നു. നിലവിൽ 25 ഭാഗങ്ങൾ, 12 പട്ടികകൾ, 448 അനുച്ഛേദങ്ങൾ ആണുള്ളത്. 25 ഭാഗങ്ങളും അതിൻ്റെ സെക്ഷനുകളും ഭേദഗതിയും നമുക്കൊന്ന് ഹൃദയസ്ഥമാക്കാൻ ശ്രമിക്കാം. ഭരണഘടനയുടെ ഭാഗങ്ങൾ 1 മുതൽ 22 വരെയാണ്. ഭാഗം, വിഷയം, അനുച്ഛേദങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഭാഗം 1 യൂണിയനും അതിൻ്റെ പ്രദേശവും. യൂണിയനും അതിൻ്റെ പ്രദേശവും ആർട്ടിക്കിൾ 1 തൊട്ട് 4 വരെയാണ്. യൂണിയനും അതിൻ്റെ പ്രദേശങ്ങളും 1 തൊട്ട് 4 വരെ. ഭാഗം 1 യൂണിയനും അതിൻ്റെ പ്രദേശവും. ഭാഗം 1 യൂണിയനും അതിൻ്റെ പ്രദേശവും. അതിൻ്റെ സെക്ഷൻസ് വരുന്നത് 1 തൊട്ടിട്ട് 4 വരെയാണ്. ഭാഗം 1 യൂണിയനും അതിൻ്റെ പ്രദേശവും. അതിൻ്റെ അനുച്ഛേദം 1 തൊട്ട് 4 വരെയാണ്. ആർട്ടിക്കിൾ 1 to 4 വരെയാണ്. ഭാഗം 2 പൗരത്വം. ഭാഗം 2 പൗരത്വം ആർട്ടിക്കിൾ 5 തൊട്ടിട്ട് 11 വരെ. ഭാഗം 2 പൗരത്വം ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെ. ഭാഗം 2 പൗരത്വം ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെ. ഭാഗം 3 മൗലിക അവകാശങ്ങൾ. ഭാഗം 3 മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ. ഭാഗം 3 മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ. ഭാഗം 3 മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്ര നയത്തിനായുള്ള നിർദ്ദേശക തത്വങ്ങൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ 36 തൊട്ട് 51 വരെ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ 36 തൊട്ട് 51 വരെ. ഭാഗം 4A. ഭാഗം 4A മൗലിക കടമകൾ. ഭാഗം 4A മൗലിക കടമകൾ. ഭാഗം 4A മൗലിക കടമകൾ. ഭാഗം 4A മൗലിക കടമകൾ ആർട്ടിക്കിൾ 51A ആണ് അതിൻ്റെ അനുച്ഛേദം. ആർട്ടിക്കിൾ 51A ആണ് അതിൻ്റെ അനുച്ഛേദം. ഭാഗം 4A മൗലിക കടമകൾ. ഭാഗം 4A മൗലിക കടമകൾ ആർട്ടിക്കിൾ 51A ആണ് അതിൻ്റെ സെക്ഷൻ. ആർട്ടിക്കിൾ 51A ആണ്. 1976 42ാം ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. 1976 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് എന്ന് ഓർമ്മിക്കുക. 1976 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. മൗലിക കടമകളുടെ ഭാഗം 4A ആണ്. ആർട്ടിക്കിൾ 51A ആണ് അതിൻ്റെ അനുച്ഛേദം. 1976 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. 1976 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഭാഗം 1 യൂണിയനും അതിൻ്റെ പ്രദേശവും. ആർട്ടിക്കിൾ 1 to 4 വരെ. ഭാഗം 1 യൂണിയനും അതിൻ്റെ പ്രദേശവും ആർട്ടിക്കിൾ 1 തൊട്ട് 4 വരെ. ഭാഗം 2 പൗരത്വം ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെ. ഭാഗം 2 പൗരത്വം ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെ. ഭാഗം 3 മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ. ഭാഗം 3 മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ ആർട്ടിക്കിൾ 36 തൊട്ടിട്ട് 51 വരെ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെ. ഭാഗം 4A മൗലിക കടമകൾ ആർട്ടിക്കിൾ 51A. 1976 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. 1976 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് എന്ന് ഓർമ്മിക്കുക. ഭാഗം 5 രാഷ്ട്രപതി, പാർലമെൻറ്റ്, സുപ്രീം കോടതി അടങ്ങുന്ന കേന്ദ്ര സർക്കാർ. ഭാഗം 5 രാഷ്ട്രപതി, പാർലമെൻറ്റ്, സുപ്രീം കോടതി അടങ്ങുന്ന കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ 52 തൊട്ട് 151 വരെ. ഭാഗം 5 രാഷ്ട്രപതി, പാർലമെൻറ്റ്, സുപ്രീം കോടതി അടങ്ങുന്ന കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ 52 തൊട്ട് 151 വരെ. ആർട്ടിക്കിൾ 52 തൊട്ട് 151 വരെ. ആർട്ടിക്കിൾ 52 തൊട്ട് 151 വരെ. ഭാഗം 5 കേന്ദ്ര സർക്കാർ, രാഷ്ട്രപതി, പാർലമെൻറ്റ്, സുപ്രീം കോടതി ആർട്ടിക്കിൾ 52 തൊട്ട് 151 വരെ. ഭാഗം 6 സംസ്ഥാന സർക്കാർ. ഭാഗം 6 സംസ്ഥാന സർക്കാർ ആർട്ടിക്കിൾ 152 തൊട്ട് 237 വരെ. ഭാഗം 6 സംസ്ഥാന സർക്കാർ. ഭാഗം 6 സംസ്ഥാന സർക്കാർ ആർട്ടിക്കിൾ 152 തൊട്ട് 237 വരെ. ഭാഗം 6 സംസ്ഥാന സർക്കാർ 152 തൊട്ട് 237 വരെ.
ഭാഗം 6 സംസ്ഥാന സർക്കാർ 152 തൊട്ട് 237 വരെ. ഭാഗം 7 പാർട്ട് ബി സംസ്ഥാനങ്ങൾ 1956 7-ാം ഭേദഗതി വഴി ഇത് ഒഴിവാക്കി. 1956 7-ാം ഭേദഗതി വഴി ഒഴിവാക്കി. 1956 7-ാം ഭേദഗതി വഴി ഒഴിവാക്കി. ഇത് പാർട്ട് 7. ഭാഗം 7 പാർട്ട് ബി സംസ്ഥാന സർക്കാർ 1956 7-ാം ഭേദഗതി വഴി ഒഴിവാക്കി. ഭാഗം 7 പാർട്ട് ബി സംസ്ഥാനങ്ങൾ 1956 7-ാം ഭേദഗതി വഴി ഒഴിവാക്കി. ഭാഗം 7 പാർട്ട് ബി സംസ്ഥാന സർക്കാർ 1956 7-ാം ഭേദഗതി വഴി ഒഴിവാക്കി. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ 238 റദ്ദാക്കി. ആർട്ടിക്കിൾ 238 റദ്ദാക്കി എന്ന് ഓർമ്മിക്കുക. ആർട്ടിക്കിൾ 238 റദ്ദാക്കി. ഭാഗം 7 പാർട്ട് ബി സംസ്ഥാനങ്ങൾ 1956 7-ാം ഭേദഗതി വഴി ഒഴിവാക്കി. ഭാഗം 7 പാർട്ട് ബി സംസ്ഥാനങ്ങൾ 1956 7-ാം ഭേദഗതി വഴി ഒഴിവാക്കി. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിളായ 238 റദ്ദാക്കി. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ ആയ 238 റദ്ദാക്കി. ഭാഗം 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ. ഭാഗം 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ആർട്ടിക്കിൾ 239 തൊട്ട് 242 വരെ. ഭാഗം 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ആർട്ടിക്കിൾ 239 തൊട്ട് 242 വരെ. ഭാഗം 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ആർട്ടിക്കിൾ 239 തൊട്ട് 242 വരെ. ഭാഗം 9 പഞ്ചായത്തുകൾ. ഭാഗം 9 പഞ്ചായത്തുകൾ. ഭാഗം 9 പഞ്ചായത്തുകൾ ആർട്ടിക്കിൾ 240 തൊട്ട് 243 ഒ. 1992 73-ാം ഭേദഗതി വഴിയാണ് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തത്. ഭാഗം 9 പഞ്ചായത്തുകൾ. ഭാഗം 9 പഞ്ചായത്തുകൾ ആർട്ടിക്കിൾ 243 തൊട്ട് 243 ഒ. ഭാഗം 9 പഞ്ചായത്തുകൾ 1992 73-ാം ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഭാഗം 9 കൂട്ടിച്ചേർത്തത്. 1992 73-ാം ഭേദഗതി വഴിയാണ് 9-ാം ഭാഗത്തിലെ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തത് എന്ന് ഓർമ്മിക്കുക. ഭാഗം 9A. ഭാഗം 9A. ഭാഗം 9A നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ്. ഭാഗം 9A നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് ആർട്ടിക്കിൾ 253 പി തൊട്ട് ആർട്ടിക്കിൾ 253 സെഡ് ജി വരെ. ആർട്ടിക്കിൾ 253 പി തൊട്ട് ആർട്ടിക്കിൾ 243 സെഡ് ജി വരെയാണ് നഗരസഭകൾ 9A-യിൽ പറഞ്ഞിരിക്കുന്നത്. ഭാഗം 9A നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ്. ഭാഗം 9A നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് ആർട്ടിക്കിൾ 253 പി തൊട്ട് 243 സെഡ് ജി വരെ. ആർട്ടിക്കിൾ 243 പി തൊട്ട് ആർട്ടിക്കിൾ 243 സെഡ് ജി വരെ. 1992 74-ാം ഭേദഗതിയിലൂടെയാണ് നഗരസഭകൾ 9A-യിൽ കൂട്ടിച്ചേർത്തത്. 1992 74-ാം ഭേദഗതി വഴിയാണ് നഗരസഭകൾ 9A-യിൽ കൂട്ടിച്ചേർത്തത്. 1992 74-ാം ഭേദഗതി വഴിയാണ് നഗരസഭകൾ 9A-യിൽ കൂട്ടിച്ചേർത്തത്. ഭാഗം 9 പഞ്ചായത്തുകളാണ്. 1992 73-ാം ഭേദഗതിയാണ് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തത്. നഗരസഭകളും 1992 74-ാം ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത് എന്ന് ഓർമ്മിക്കുക. ഭാഗം 9 പഞ്ചായത്തുകൾ. ഭാഗം 9A നഗരസഭകൾ. ഭാഗം 9B. ഭാഗം 9B സഹകരണ സംഘങ്ങൾ. ഭാഗം 9B സഹകരണ സംഘങ്ങൾ ആർട്ടിക്കിൾ 243 സെഡ് എച്ച് തൊട്ട് ആർട്ടിക്കിൾ 243 സെഡ് ടി വരെ. ആർട്ടിക്കിൾ 243 സെഡ് എച്ച് തൊട്ട് ആർട്ടിക്കിൾ 243 സെഡ് ടി വരെയാണ് സഹകരണ സംഘങ്ങൾ 9B-യിലാണ് വന്നിട്ടുള്ളത്. ഭാഗം 9B. ഭാഗം 9B ആർട്ടിക്കിൾ 243 സെഡ് എച്ച് തൊട്ട് ആർട്ടിക്കിൾ 243 സെഡ് ടി വരെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2011 97-ാം ഭേദഗതി വഴിയാണ് സഹകരണ സംഘങ്ങൾ 9B-യിൽ വന്നിട്ടുള്ളത്. 2011 97-ാം ഭേദഗതി വഴിയാണ് സഹകരണ സംഘങ്ങൾ 9B-യിൽ വന്നിട്ടുള്ളത് എന്ന് ഓർമ്മിക്കുക. ഭാഗം 9B സഹകരണ സംഘങ്ങൾ ആർട്ടിക്കിൾ 243 സെഡ് എച്ച് തൊട്ട് 243 സെഡ് ടി വരെ. ഭാഗം 9 പഞ്ചായത്തുകൾ ആർട്ടിക്കിൾ 243 തൊട്ട് 243 ഒ വരെ. ഭാഗം 9 പഞ്ചായത്തുകൾ ആർട്ടിക്കിൾ 243 തൊട്ട് 243 ഒ വരെ. ഭാഗം 9A നഗരസഭകൾ 243 പി തൊട്ട് 243 സെഡ് ജി വരെ. ഭാഗം 9A നഗരസഭകൾ ആർട്ടിക്കിൾ 241 പി തൊട്ട് 243 സെഡ് ജി വരെ. ഭാഗം 9B സഹകരണ സംഘങ്ങൾ ആർട്ടിക്കിൾ 253 സെഡ് എച്ച് തൊട്ട് ആർട്ടിക്കിൾ 253 സെഡ് ടി വരെ. ഇതിൽ പഞ്ചായത്തുകൾ 1992 73-ാം ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത്. ഇതിൽ പഞ്ചായത്തുകൾ 1992 73-ാം ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. നഗരസഭകൾ 1992 74-ാം ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത്.
നഗരസഭകൾ 1992 74 ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത്. സഹകരണ സംഘങ്ങൾ 2011 97 ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത്. സഹകരണ സംഘങ്ങൾ 2011 97 ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത്. സഹകരണ സംഘങ്ങൾ 2011 97 ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത് എന്ന് ഓർമ്മിക്കുക. ഇനി ഭാഗം 10 പട്ടികവർഗ ഗോത്രവർഗ പ്രദേശങ്ങൾ. ഭാഗം 10 പട്ടികവർഗ ഗോത്രവർഗ പ്രദേശങ്ങൾ. ഭാഗം 10 പട്ടികവർഗ ഗോത്രവർഗ പ്രദേശങ്ങൾ. ആർട്ടിക്കിൾ 244 തൊട്ട് 244A വരെയാണ്. ആർട്ടിക്കിൾ 244 തൊട്ടിട്ട് 244A വരെയാണ് പട്ടികവർഗ ഗോത്രവർഗ പ്രദേശങ്ങൾ. പട്ടികവർഗ ഗോത്രവർഗ പ്രദേശങ്ങൾ ഭാഗം 10 പട്ടികവർഗ ഗോത്രവർഗ പ്രദേശങ്ങൾ ഭാഗം 10 ആർട്ടിക്കിൾ 244 തൊട്ട് 244A വരെയാണ്. ഭാഗം 10 പട്ടികവർഗ ഗോത്രവർഗ പ്രദേശങ്ങൾ ആർട്ടിക്കിൾ 244 തൊട്ട് 244A വരെ ആണ്. ഭാഗം 11 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. ഭാഗം 11 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ആർട്ടിക്കിൾ 245 തൊട്ട് 263 വരെയാണ്. ഭാഗം 10 പട്ടികവർഗ ഗോത്രവർഗ പ്രദേശങ്ങൾ ആർട്ടിക്കിൾ 244 തൊട്ട് 244A വരെയാണ്. ഭാഗം 11 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. ഭാഗം 11 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ആർട്ടിക്കിൾ 245 തൊട്ട് 263 വരെയാണ്. ഭാഗം 11 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ആർട്ടിക്കിൾ 245 തൊട്ട് 263 വരെയാണ്. ഭാഗം 10 പട്ടികവർഗ ഗോത്രവർഗ പ്രദേശങ്ങൾ ആർട്ടിക്കിൾ 244 തൊട്ട് 244A വരെയാണ്. ഭാഗം 11 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ആർട്ടിക്കിൾ 245 തൊട്ട് 263 വരെയാണെന്ന് ഓർമ്മിക്കുക. ഭാഗം 12 ധനകാര്യം സ്വത്ത് കരാറുകൾ. ഭാഗം 12 ധനകാര്യം സ്വത്ത് കരാറുകൾ ആർട്ടിക്കിൾ 263 തൊട്ട് 300A വരെയാണ്. ഭാഗം 12 ധനകാര്യം സ്വത്ത് കരാറുകൾ ആർട്ടിക്കിൾ 264 തൊട്ട് 300A വരെയാണ്. ഭാഗം 13 ഇന്ത്യക്കകത്തെ വ്യാപാര വാണിജ്യം. ഭാഗം 13 ഇന്ത്യക്കകത്തെ വ്യാപാരം വാണിജ്യം ആർട്ടിക്കിൾ 301 തൊട്ട് 307 വരെയാണ്. ഭാഗം 13 ഇന്ത്യക്കകത്തെ വ്യാപാരം വാണിജ്യം. ഭാഗം 13 ഇന്ത്യക്കകത്തെ വ്യാപാരം വാണിജ്യം ആർട്ടിക്കിൾ 301 തൊട്ട് 307 വരെയാണ്. ഭാഗം 13 ഇന്ത്യക്കകത്തെ വ്യാപാരം വാണിജ്യം ആർട്ടിക്കിൾ 301 തൊട്ട് 307 വരെയാണ്. ഭാഗം 14 കേന്ദ്ര സംസ്ഥാന സർവീസുകൾ ആർട്ടിക്കിൾ 308 തൊട്ട് 323 വരെയാണ്. ഭാഗം 14 കേന്ദ്ര സംസ്ഥാന സർവീസുകൾ ആർട്ടിക്കിൾ 308 തൊട്ട് 323 വരെയാണ്. ഭാഗം 14 കേന്ദ്ര സംസ്ഥാന സർവീസുകൾ ആർട്ടിക്കിൾ 308 തൊട്ട് 323 വരെയാണ്. ഭാഗം 14 കേന്ദ്ര സംസ്ഥാന സർവീസുകൾ ആർട്ടിക്കിൾ 308 തൊട്ട് 323 വരെയാണ്. ഭാഗം 14A ട്രൈബ്യൂണലുകൾ. ഭാഗം 14A ട്രൈബ്യൂണലുകൾ ആർട്ടിക്കിൾ 323A തൊട്ട് 323B വരെയാണ്. ഭാഗം 14A ട്രൈബ്യൂണലുകൾ ആർട്ടിക്കിൾ 323A തൊട്ട് 323B വരെയാണ്. 1976 42 ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത്. ഭാഗം 14A ട്രൈബ്യൂണലുകൾ ആർട്ടിക്കിൾ 323A തൊട്ട് 323B 1976 42 ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത്. ഭാഗം 14A ട്രൈബ്യൂണലുകൾ ആർട്ടിക്കിൾ 323A തൊട്ട് 323B വരെ 1976 42 ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത്. 1976 42 ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത മറ്റൊരു ഭാഗമാണ് ഭാഗം 4A മൗലിക കടമകൾ ആർട്ടിക്കിൾ 51A. 1976 42 ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത മറ്റൊരു ഭാഗമാണ് ഭാഗം 4A മൗലിക കടമകൾ. 1976 42 ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത ഭാഗമാണ് ട്രൈബ്യൂണലുകൾ 14A. ഭാഗം 15 തിരഞ്ഞെടുപ്പുകൾ. ഭാഗം 15 തിരഞ്ഞെടുപ്പുകൾ ആർട്ടിക്കിൾ 324 തൊട്ട് 329A വരെ. 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 ഭാഗം 10 പട്ടികവർഗ ഗോത്രവർഗ പ്രദേശങ്ങൾ 244 തൊട്ട് 244A വരെ. ഭാഗം 11 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ 245 തൊട്ട് 263 വരെ. ഭാഗം 11 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ 255 തൊട്ട് 263 വരെ. ഭാഗം 12 ധനകാര്യം സ്വത്ത് കരാറുകൾ 264 തൊട്ട് 300A വരെ. ഭാഗം 12 ധനകാര്യം സ്വത്ത് കരാറുകൾ 264 തൊട്ട് 300A വരെ. ഭാഗം 13 ഇന്ത്യക്കകത്തെ വ്യാപാരം വാണിജ്യം 301 തൊട്ട് 307 വരെ. ഭാഗം 13 ഇന്ത്യക്കകത്തെ വ്യാപാരം വാണിജ്യം ആർട്ടിക്കിൾ 301 തൊട്ട് 307 വരെ. ഭാഗം 14 കേന്ദ്ര സംസ്ഥാന സർവീസുകൾ 308 തൊട്ട് 323 വരെ.
ഭാഗം 14A ട്രൈബ്യൂണലുകൾ 323A തൊട്ട് 323B വരെ. 1976 42 ഭേദഗതി വഴിയാണ് ട്രൈബ്യൂണലുകൾ കൂട്ടിച്ചേർത്തത്. ഭാഗം 15 തിരഞ്ഞെടുപ്പുകൾ 324 തൊട്ട് 329A വരെ. ഭാഗം 16 SC ST OBC ആംഗ്ലോ ഇന്ത്യനുള്ള പ്രത്യേക വ്യവസ്ഥകൾ. ഭാഗം 16 SC ST OBC ആംഗ്ലോ ഇന്ത്യനുള്ള പ്രത്യേക വ്യവസ്ഥകൾ 330 തൊട്ട് 342A വരെ. 330 തൊട്ട് 342A വരെ. ഭാഗം 16 SC ST OBC ആംഗ്ലോ ഇന്ത്യനുള്ള പ്രത്യേക വ്യവസ്ഥകൾ. ഭാഗം 16 SC ST OBC ആംഗ്ലോ ഇന്ത്യനുള്ള പ്രത്യേക വ്യവസ്ഥകൾ 330 തൊട്ട് 342A വരെ. ഭാഗം 16 SC ST OBC ആംഗ്ലോ ഇന്ത്യനുള്ള പ്രത്യേക വ്യവസ്ഥകൾ ആർട്ടിക്കിൾ 330 തൊട്ട് 342 വരെ. ഭാഗം 17 ഔദ്യോഗിക ഭാഷ. ഭാഗം 17 ഔദ്യോഗിക ഭാഷ 343 351 343 തൊട്ട് 351 വരെ. ഔദ്യോഗിക ഭാഷ ഒരിക്കൽ ചോദിച്ചതായിട്ടാണ് ഓർമ്മ. ഭാഗം 17 ഔദ്യോഗിക ഭാഷ 343 തൊട്ട് 351 വരെ. ഭാഗം 17 ഔദ്യോഗിക ഭാഷ 343 തൊട്ട് 351 വരെ. ഭാഗം 17 ഔദ്യോഗിക ഭാഷ 343 തൊട്ട് 351 വരെ. ഭാഗം 18 അടിയന്തരാവസ്ഥ. ഭാഗം 18 അടിയന്തരാവസ്ഥ 352 തൊട്ട് 360 വരെ. ഭാഗം 18 അടിയന്തരാവസ്ഥ 352 തൊട്ട് 360 വരെ. ഭാഗം 18 അടിയന്തരാവസ്ഥ 352 തൊട്ട് 360 വരെ. ഭാഗം 19 പലവക അല്ലെങ്കിൽ മിസലേനിയസ് 361 തൊട്ട് 367 വരെ. ഭാഗം 19 പലവക അല്ലെങ്കിൽ മിസലേനിയസ് 361 തൊട്ട് 367 വരെ. ഭാഗം 19 പലവക അല്ലെങ്കിൽ മിസലേനിയസ് 361 തൊട്ട് 367 വരെ. ഭാഗം 20 ഭരണഘടനാ ഭേദഗതി 368. ഭാഗം 20 ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368. ഭാഗം 20 ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368. ഭാഗം 20 ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368. ഭാഗം 21 താൽക്കാലിക പരിവർത്തന പ്രത്യേക വ്യവസ്ഥകൾ. ഭാഗം 21 താൽക്കാലിക പരിവർത്തന പ്രത്യേക വ്യവസ്ഥകൾ ആർട്ടിക്കിൾ 369 തൊട്ട് 392 വരെ. ഭാഗം 21 താൽക്കാലിക പരിവർത്തന പ്രത്യേക വ്യവസ്ഥകൾ 369 തൊട്ട് 392 വരെ. ഭാഗം 21 താൽക്കാലിക പരിവർത്തന പ്രത്യേക വ്യവസ്ഥകൾ 369 തൊട്ട് 392 വരെ. ഭാഗം 22 ഹ്രസ്വനാമം പ്രാബല്യം ഹിന്ദിയിലെ ആധികാരിക പാഠം. ഭാഗം 22 ഹ്രസ്വനാമം പ്രാബല്യം ഹിന്ദിയിലെ ആധികാരിക പാഠം. ഭാഗം 22 ഹ്രസ്വനാമം പ്രാബല്യം ഹിന്ദിയിലെ ആധികാരിക പാഠം 393 തൊട്ട് 395 വരെയാണ്. 393 തൊട്ട് 395 വരെ. ഭാഗം 22 ഹ്രസ്വനാമം പ്രാബല്യം ഹിന്ദിയിലെ ആധികാരിക പാഠം 393 തൊട്ട് 395 വരെയാണ്. ഭാഗം 22 ഹ്രസ്വനാമ ആധികാരിക പാഠം 393 തൊട്ട് 395 വരെയാണെന്ന് ഓർമ്മിക്കുക. ഭാഗം 15 തിരഞ്ഞെടുപ്പുകൾ 324 തൊട്ട് 329A വരെയാണ്. ഭാഗം 15 തിരഞ്ഞെടുപ്പുകൾ 324 തൊട്ട് 329A വരെയാണ്. ഭാഗം 16 SC ST OBC ആംഗ്ലോ ഇന്ത്യനുള്ള പ്രത്യേക വ്യവസ്ഥകൾ. ഭാഗം 16 SC ST OBC ആംഗ്ലോ ഇന്ത്യനുള്ള പ്രത്യേക വ്യവസ്ഥകൾ 323 തൊട്ട് 342A വരെയാണ്. ഭാഗം 16 SC ST OBC ആംഗ്ലോ ഇന്ത്യനുള്ള പ്രത്യേക വ്യവസ്ഥകൾ 330 തൊട്ട് 342A വരെയാണ്. ഭാഗം 17 ഔദ്യോഗിക ഭാഷ 343 തൊട്ട് 351 വരെയാണ്. ഭാഗം 17 ഔദ്യോഗിക ഭാഷ 341 തൊട്ട് 351 വരെയാണ്. ഭാഗം 18 അടിയന്തരാവസ്ഥ 352 തൊട്ട് 360 വരെയാണ്. ഭാഗം 19 പലവക മിസലേനിയസ് 352 തൊട്ട് 360 വരെയാണ്. ഭാഗം 20 ഭരണഘടനാ ഭേദഗതി 368 ആണ്. ഭാഗം 20 ഭരണഘടനാ ഭേദഗതി 368 ആണ്. ഭാഗം 21 താൽക്കാലിക പരിവർത്തന പ്രത്യേക വ്യവസ്ഥകൾ 369 തൊട്ട് 392 വരെയാണ്. ഭാഗം 22 ഹ്രസ്വനാമം പ്രാബല്യം ഹിന്ദിയിലെ ആധികാരിക പാഠം 393 തൊട്ട് 395 വരെയാണെന്ന് ഓർമ്മിക്കുക. ഭാഗം 1 യൂണിയനും അതിൻ്റെ പ്രദേശവും ആർട്ടിക്കിൾ 1 തൊട്ട് 4 വരെ. ഭാഗം 2 പൗരത്വം 5 തൊട്ട് 11 വരെ. ഭാഗം 3 മൗലിക അവകാശങ്ങൾ 12 തൊട്ട് 35 വരെ. ഭാഗം 4 രാഷ്ട്രനയത്തിനായുള്ള നിർദ്ദേശക തത്വങ്ങൾ 36 തൊട്ട് 51 വരെ. ഭാഗം 4A മൗലിക കടമകൾ ആർട്ടിക്കിൾ 51A 1976 42 ഭേദഗതി. ഭാഗം 5 കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി പാർലമെൻറ്റ് സുപ്രീം കോടതി 52 തൊട്ട് 151 വരെ. ഭാഗം 6 സംസ്ഥാന സർക്കാർ
152 തൊട്ട് 237 വരെ. ഭാഗം 7 പാർട്ട് ബി സംസ്ഥാനങ്ങൾ 1956 7-ാം ഭേദഗതി വഴി ഒഴിവാക്കി. അതോടെ ആർട്ടിക്കിൾ 238 റദ്ദാക്കി. ഭാഗം 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ 239 തൊട്ട് 242 വരെ. ഭാഗം 9 പഞ്ചായത്തുകൾ 241 തൊട്ട് 243 വരെ. 1992 73-ാം ഭേദഗതിയാണ് പഞ്ചായത്തുകൾ. ഭാഗം 9A മുനിസിപ്പാലിറ്റീസ് അല്ലെങ്കിൽ നഗരസഭകൾ ആർട്ടിക്കിൾ 243 തൊട്ട് 243 ZG വരെ. 1992 74-ാം ഭേദഗതിയായിരുന്നു അത്. ഭാഗം 9B സഹകരണ സംഘങ്ങൾ 243 ZH തൊട്ട് 243 ZT വരെ. 2011 97-ാം ഭേദഗതിയായിരുന്നു അത്. ഭാഗം 10 പട്ടികവർഗ ഗോത്രവർഗ പ്രദേശങ്ങൾ 254 തൊട്ട് 244 വരെ. ഭാഗം 10 പട്ടികവർഗ ഗോത്രവർഗ പ്രദേശങ്ങൾ 244 തൊട്ട് 244 വരെ. ഭാഗം 11 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ 255 തൊട്ട് 263 വരെ. ഭാഗം 12 ധനകാര്യം സ്വത്ത് കരാറുകൾ 264 തൊട്ട് 300 വരെ. ഭാഗം 13 ഇന്ത്യക്കകത്തെ വ്യാപാരം വാണിജ്യം 301 തൊട്ട് 307 വരെ. ഭാഗം 14 കേന്ദ്ര സംസ്ഥാന സർവീസുകൾ 308 തൊട്ട് 323 വരെ. ഭാഗം 14A ട്രൈബ്യൂണലുകൾ 323A തൊട്ട് 323B വരെ. 1976 42-ാം ഭേദഗതിയായിരുന്നു ട്രൈബ്യൂണലുകൾ. ഭാഗം 15 തിരഞ്ഞെടുപ്പുകൾ 324 തൊട്ട് 329 വരെ. ഭാഗം 16 SSC ST OBC ആംഗ്ലോ ഇന്ത്യനുള്ള പ്രത്യേക വ്യവസ്ഥകൾ 330 തൊട്ട് 342 വരെ. ഭാഗം 17 ഔദ്യോഗിക ഭാഷ 343 തൊട്ട് 351 വരെ. ഭാഗം 18 അടിയന്തരാവസ്ഥ 352 തൊട്ട് 360 വരെ. ഭാഗം 19 പലവക അല്ലെങ്കിൽ മിസലേനിയസ് 361 തൊട്ട് 367 വരെ. ഭാഗം 20 ഭരണഘടന ഭേദഗതി 368. ഭാഗം 21 താൽക്കാലിക പരിവർത്തന പ്രത്യേക വ്യവസ്ഥകൾ 369 തൊട്ട് 392 വരെ. ഭാഗം 22 ഹ്രസ്വനാമം പ്രാബല്യം ഇന്ത്യയിലെ ആധികാരിക പഠനം 393 തൊട്ട് 395 വരെ. ഇനി കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭാഗം 4A മൗലിക കടമകൾ 1976 42-ാം ഭേദഗതി. ഭാഗം 4A മൗലിക കടമകൾ 1976 42-ാം ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത്. ഭാഗം 9 പഞ്ചായത്തുകൾ 1992 73-ാം ഭേദഗതി. ആർട്ടിക്കിൾ 253 തൊട്ട് 243 വരെയാണ്. ഭാഗം 9A മുനിസിപ്പാലിറ്റികൾ 1992 74-ാം ഭേദഗതി. 1992 74-ാം ഭേദഗതിയായിരുന്നു 9A മുനിസിപ്പാലിറ്റികൾ. ആർട്ടിക്കിൾ 253P തൊട്ട് 253 ZG വരെ. ഭാഗം 9B സഹകരണ സംഘങ്ങൾ. ഭാഗം 9B സഹകരണ സംഘങ്ങൾ 2011 97-ാം ഭേദഗതി. ആർട്ടിക്കിൾ 253 ZH തൊട്ട് ആർട്ടിക്കിൾ 253 ZT വരെ. ഭാഗം 9B സഹകരണ സംഘങ്ങൾ 2011 97-ാം ഭേദഗതിയായിരുന്നു. ആർട്ടിക്കിൾ 253 ZH തൊട്ട് 253 ZT വരെ. ഭാഗം 14A ട്രൈബ്യൂണലുകൾ. ഭാഗം 14A ട്രൈബ്യൂണലുകൾ. ഭാഗം 14A ട്രൈബ്യൂണലുകൾ 1976 42-ാം ഭേദഗതി. ഭാഗം 14B ചില സർവീസുകളിലെ വ്യവസ്ഥകൾ. ഭാഗം 14B ചില സർവീസുകളിലെ വ്യവസ്ഥകൾ. ഭാഗം 7 പാർട്ട് ബി സ്റ്റേറ്റിനെ കുറിച്ചുള്ളതാണ്. ഭാഗം 7 പാർട്ട് ബി സ്റ്റേറ്റിനെ കുറിച്ചുള്ളത് 1956 7-ാം ഭേദഗതിയിലൂടെ ഒഴിവാക്കി. ഭാഗം 7 പാർട്ട് ബി സ്റ്റേറ്റിനെ കുറിച്ച് 1956 7-ാം ഭേദഗതിയിലൂടെ ഒഴിവാക്കി. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ആർട്ടിക്കിൾ 238 റദ്ദാക്കി. അതിൻ്റെ കൂടെയുള്ള ആർട്ടിക്കിൾ 238 റദ്ദാക്കി. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അധിക ചോദ്യങ്ങളും ഇതിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ആവർത്തിച്ച് കേൾക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു.